ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ആദർശ് എന്നാണ്. ഞാൻ 8 ഇയറായിട്ട് ട്രെയിനിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുവാണ്. കൂടാതെ സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനറാണ്. റെപ്സിൻ്റെ സർട്ടിഫൈഡ് ട്രെയിനറാണ്. മിസ്റ്റർ കേരള ഒരു 3 ടൈംസ് ചാമ്പ്യനുമാണ്. ഇന്ന് നമുക്കിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം ജിമ്മിനെ കുറിച്ചാണ്. ജിമ്മിൻ്റെ പ്രാധാന്യം, അതായത് ഇന്ന് സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, എല്ലായിടത്തും ജിമ്മുകൾ ഒരുപാട് ഉണ്ട്. അത് ആദ്യകാലത്ത് ഉത്സവമായിട്ട് വന്നത് ജിമ്മിലെ വെയിറ്റ് ട്രെയിനിങ് എന്നൊരു കോൺസെപ്റ്റിനെ ആസ്പദമാക്കിയാണ്. വെയിറ്റ് ഉപയോഗിച്ച്, ഫ്രീ വെയ്റ്റ്സ് ഉപയോഗിച്ച് നമ്മളെ മസിൽസിന് എങ്ങനെ റെസിസ്റ്റൻസ് കൊടുക്കാം, അതിനെ ബ്രേക്കേജായി ഡാമേജ് കഴിഞ്ഞ ശേഷം അത് പ്രിപ്പയറായി മസിൽ ബിൽഡിംഗ് എന്നൊരു കോൺസെപ്റ്റിലാണ് ആദ്യകാലത്ത് ജിമ്മ് തുടങ്ങി വന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാവരും നോക്കുന്നത് വെയിറ്റ് ലോസിങ്, വെയിറ്റ് ഗെയിനിങ്, പോരാഞ്ഞിട്ട് മസിൽ ടോണിങ്, ഇതിനെല്ലാം ജിമ്മ് യൂസ് ചെയ്യും. ഇപ്പം ഒരു മെജോറിറ്റി ജിമ്മിൽ ഒരു 70% ആളെടുത്താലും അവർ വെയിറ്റ് ലോസിങ് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിങ് പ്രോസസ് ആയിരിക്കും. അത് ബോഡി ട്രാൻസ്ഫർമേഷൻ. ഇന്ന് അതാണ് ഫോക്കസ് ചെയ്യണം. അപ്പം നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ജിമ്മിൽ മെയിൻ ഘടകമാണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി ആയിട്ട് കാർഡിയോ, അതിനോട് ക്രോഫിറ്റ്, അഡീഷണൽ സൂംബ, യോഗ, ഇതെല്ലാം ജിമ്മിൻ്റെ കൂടെ ക്ലബ് ചെയ്തിപ്പോൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മസിൽ ബിൽഡിംഗ് എന്ന പ്രോസസ്സ് മാത്രമല്ല ജിമ്മ് വഴി ആളുകൾ ഫോക്കസ് ചെയ്യണത്. ആൾക്ക് വെയിറ്റ് ലോസിങ് വേണം, വെയിറ്റ് ഗെയിനിങ് വേണം, അതുപോലെ കഴിഞ്ഞിട്ട് മസിൽ ടോണിങ് വേണം, ഓവറോൾ ഗുഡ് ആവണം. ആ ഒരു കോൺസെപ്റ്റാണ്. അപ്പം വെയിറ്റ് ട്രെയിനിങ്ങിന് ഒരു 60% നമുക്ക് ഫോക്കസ് കൊടുത്താലും ബാക്കി കാര്യങ്ങൾ വെയിറ്റ് ലോസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കാർഡിയോ, ക്രോഫിറ്റ് ഐറ്റംസ് ഇതെല്ലാം ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം ഗ്രാജുവലി പറഞ്ഞു കഴിഞ്ഞാൽ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം. ഫിറ്റ്നസ് എന്ന് അറിയാമല്ലോ, നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി, അതിനാണ് ഫിറ്റ്നസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് അതിൽ സ്ട്രെങ്ത് ആഡ് ചെയ്യാം. അപ്പോൾ സ്ട്രെങ്തിൻ്റെ പ്രാധാന്യം വരുമ്പോൾ നമുക്ക് ജിമ്മിൻ്റെ മെഷീനറീസിൽ കോൺസെപ്റ്റ് ചെയ്യാം. മെഷീനറീസ് യൂസ് ചെയ്ത് ചെസ്റ്റ്, ബൈസെപ്സ്, ഷോൾഡർ, ഇതിലെല്ലാം വേരിയസ് വർക്കൗട്ടിലൂടെ നമുക്ക് സ്ട്രെങ്തനിങ് ആഡ് ചെയ്യാം. സ്ട്രെങ്തനിങ് പറഞ്ഞ വഴി എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് ഡെയിലി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി കൂടും. അത് നമ്മൾ കാർഡിയോ സിസ്റ്റം കറക്റ്റ് ആയിരിക്കണം. ഇതെല്ലാം ക്ലബ് ചെയ്ത് വരുമ്പോഴാണ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ആക്റ്റീവ് ആവുന്നത്. അത് ഫിറ്റ്നസ്, ഒരാളുടെ ഫിറ്റ്നസ്, അത് അവരുടെ ബോഡി ലുക്കിംഗ് വെച്ചിട്ടല്ല, അവർക്ക് ഫിറ്റ്നസ്, ഒരു ജോലി ചെയ്യാനുള്ള കാപ്പബിലിറ്റി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കാർഡിയോ സിസ്റ്റം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെങ്ത് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ സ്ട്രെങ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? നമുക്ക് വെയിറ്റ് ട്രെയിനിങ് വരും. കാർഡിയോ വരുമ്പോഴത്തേക്ക് കാർഡിയോ മസിൽസിനെ നമുക്ക് ആക്റ്റീവായിട്ട് കാർഡിയോ സ്ട്രെങ്ത് കൂടും. ഇതെല്ലാം ചേർന്ന് പറഞ്ഞാൽ ഫിറ്റ്നസ്. ഈ ഫിറ്റ്നസ് എന്നൊരു രൂപത്തിൽ തന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് ജിമ്മിനോട്ട് സമീപപ്പെടുത്താം. അതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ മസിൽ ബിൽഡിംഗ് എന്നൊരു പ്രോസസ്സിന് വേണ്ടി പറഞ്ഞാൽ, അത് മാത്രം ആഗ്രഹിച്ച് പറഞ്ഞാൽ ഒരു 20% ആളായിരിക്കുള്ളൂ. ബാക്കി എല്ലാവരും പറഞ്ഞത് അവർ ഫിറ്റ്നസ് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതെല്ലാം ഒന്ന് കുറയ്ക്കണം, പോരാഞ്ഞിട്ട് ട്രാൻസ്ഫർമേഷൻ. ഇതിലൊരു മെയിൻ ഘടകമാണ്. അതായത് വെയിറ്റ് കൂട്ടുക, വെയിറ്റ് കുറയ്ക്കുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആലോചിക്കുന്നതായിരിക്കും, എനിക്ക് എൻ്റെ വെയിറ്റ് കുറയ്ക്കണം, അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് കൂട്ടണം. ഇത് വരുമ്പോഴത്തേക്കും നമ്മൾ ഡയറ്റിൻ്റെ പ്രാധാന്യം വരും. അവിടെ ന്യൂട്രീഷൻ്റെ ആവശ്യം വരും, ഡോക്ടറിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ആവശ്യം വരും. ഇപ്പം ബൈ ചാൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമുക്ക് ഡോക്ടറിൻ്റെ ഇതിൽ അതും ഓക്കെ ആക്കണം, നമുക്ക് ന്യൂട്രീഷൻ ഭാഗം ഓക്കെ ആക്കണം, ജിമ്മും ഓക്കെ ആക്കണം. ഇപ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓറിയൻറ്റഡ് പറയുമ്പോഴത്തേക്ക് ഒരു 70% നമുക്ക് ഡയറ്റാണ്. ഡയറ്റ് വഴിയാണ് ട്രാൻസ്ഫോർമേഷൻ നടക്കണം. വെയിറ്റ് ഗെയിനിങ് ആയാലും വെയിറ്റ് ലോസിങ് ആയാലും 30% ജിമ്മ്. ഈ ഒരു കോൺസെപ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ സ്ലീപ്പിങ്ങും കാര്യങ്ങളും റെസ്റ്റ് എല്ലാം കറക്റ്റ് ആക്കണം. അത് മാറ്റി നിർത്തി. അപ്പം 70% ഡയറ്റിന് പ്രാധാന്യമുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വെയിറ്റ് ലോസിങ് ആണ്, അല്ലെങ്കിൽ ഗെയിനിങ് ആണ്. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 70% ഡയറ്റാണ്. പിന്നെ നമ്മൾ ജിമ്മിൽ ഇപ്പോൾ ഒരാൾ ജിമ്മിലൊന്ന് അഡ്മിഷൻ എടുത്ത് അവർ ആദ്യം പറഞ്ഞ കാര്യം നമുക്ക് എത്ര ദിവസം കൊണ്ട് വണ്ണം കുറയും, എത്ര ദിവസം കൊണ്ട് വണ്ണം കൂടും. ഓക്കെ, ഇത് നിങ്ങളെ കൺസേൺ ആണ്, നിങ്ങളത് പറയും, നിങ്ങൾക്കത് ചെയ്യണം എന്നുള്ള ആവശ്യമുണ്ട്. പക്ഷേ അതിലുപരി ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി. ഇത് കീപ്പ് ചെയ്ത് പോയി ഡയറ്റും കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾ നോക്കി കാണുന്നത് വണ്ണം കുറയ്ക്കുക, വണ്ണം കൂട്ടുക, ഇത് മാത്രമല്ല ഒരുപാട് നമ്മുടെ ലൈഫിൽ ഡിസീസസ് മാറും. അതായത് ഡിസീസസ് വരാനുള്ള ചാൻസ് കുറയും, നമ്മുടെ ബോഡി ഓവറോൾ ടോൺ ആവും. വണ്ണം കുറയ്ക്കലല്ല കാര്യം, മസിൽസ് അവിടെ നിർത്തിക്കൊണ്ട്, മസിൽസിൻ്റെ സ്ട്രെങ്ത് നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തുകൊണ്ട് വണ്ണം കുറയ്ക്കുക എന്നൊരു കോൺസെപ്റ്റിലാണ് ജിം എന്നൊരു സാധനം വ്യത്യസ്തമാണ്. ഒരുപാട് ആക്ടിവിറ്റി ഉണ്ട്. ഇപ്പോൾ വണ്ണം കുറയ്ക്കുന്നത് നമ്മൾ ജസ്റ്റ് രാവിലെ ഓടാൻ പോവുക, നീന്താൻ പോവുക, ഇതൊക്കെ ചെയ്ത് ഡയറ്റ് ചെയ്താലും വണ്ണം കുറയും. പക്ഷേ നമ്മളെ മസിൽസിനെ അവിടെ നിർത്തിക്കൊണ്ട്, മസിൽസിനെ അവിടെ അതിൻ്റെ സ്ട്രെങ്ത് അവിടെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് വണ്ണം കുറയ്ക്കാം, വണ്ണം കൂട്ടാം, ഇതാണ് ജിമ്മ് എന്നുള്ള സംഭവത്തിന് വ്യത്യസ്തമാക്കണം. അതിൽ എടുത്തു പറയേണ്ടത് വെയിറ്റ് ട്രെയിനിങ് ആണ്. അപ്പോൾ നമുക്ക് കൂടുതലും ഈ ഷോയിൽ വെയിറ്റ് ട്രെയിനിങ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജിമ്മിൽ ഒരു കസ്റ്റമർ വന്നു, അവർ ഇതുവരെ ആക്ടിവിറ്റീസ് കാര്യങ്ങളും ഇല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു വുമണാണ്. അപ്പോൾ ഇവർക്ക് നമ്മൾ എങ്ങനെ വർക്കൗട്ട് കസ്റ്റമൈസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇവർക്ക് വാമ്പ് കൊടുക്കും. അതായത് ഒരു 3-4 ദിവസം പ്രോപ്പർ വാമപ്പ്, വെയിറ്റ് സെക്ഷൻ ഒന്നും കൊടുക്കത്തില്ല, വാമ്പ് മാത്രം. അതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിഫായിരിക്കുന്ന ബോഡീനെ ഒന്ന് റിലാക്സ് ആക്കണം. അല്ലെങ്കിൽ അവർ വർക്കൗട്ടിലോട്ട് ബോഡി തയ്യാറാവണം. ഒരു 2-3 ദിവസം ഇതൊരൊന്നും ആക്ടിവിറ്റി ചെയ്യാതിരുന്ന ആളിനെ വർക്കൗട്ടിലോട്ട് നമുക്ക് തയ്യാറാക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു 3-4 ദിവസം അവർക്ക് വാമപ്പ് മാത്രമായിട്ട് സെക്ഷൻസ് കൊടുക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് അതിൽ നമുക്ക് വാമപ്പ് മാത്രം ഫോക്കസ് ചെയ്യാം, ഫുൾ ബോഡി വാമപ്പ്. അപ്പോൾ ഒരു വുമൺ ആണെങ്കിലും ശരി, മെൻ ആണെങ്കിലും ശരി, അവരെ ക്യാപ്പബിലിറ്റി മനസ്സിലാക്കി എങ്ങനെയാണോ അവർക്ക് വാമപ്പ് കൊടുക്കുക, ഫുൾ ഡേ ഒരു 45 മിനിറ്റ് വാമപ്പ്. ആ വാമപ്പിൻ്റെ കൂടെ നമുക്ക് കാർഡിയോ ആക്ടിവിറ്റി ആഡ് ചെയ്യാം. അതായത് സൈക്ലിംഗ്, ട്രെഡ്മിൽ, എലിപ്റ്റിക്കൽ മെഷീൻസ്, റോയർ മെഷീൻസ്, ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്കൊരു കാർഡിയോയും കൂടെ ചേർത്ത് ഒരു വാമപ്പാണ് ഇപ്പം ഒട്ടുമിക്ക എല്ലാ ജിമ്മുകളിലും തുടങ്ങി വരുന്ന രീതി. അപ്പോൾ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വെയിറ്റ് ട്രെയിനിങ് എന്നൊരു സംഭവം അതിലോട്ട് കൊണ്ടുവരണത്. അപ്പോൾ നമുക്കത് തുടരെ എല്ലാ എപ്പിസോഡിലോട്ടും നമുക്കത് കവർ ചെയ്ത് പോകാം. ഫസ്റ്റ് ഡേ നമുക്ക് ഫുൾ വാം അപ്പ് സെക്ഷൻസ്,
അതായത് ഒരു ജിമ്മിലൊരു ബിഗിനറായിട്ട് ജിമ്മിൽ ആദ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് എങ്ങനെ വാമപ്പ് ചെയ്യാം, അവർക്ക് ഇഞ്ചുറി ഫ്രീ ആയിട്ട് റിലാക്സ്മെൻറ്റ് മോഡിൽ വേറെ ഇറിറ്റേഷൻസ് ഒന്നും വരാതെ കൂൾ മൈൻഡിൽ നമുക്ക് എങ്ങനെ വാമപ്പ് ചെയ്തു പോവാം എന്നുള്ള കാര്യം നമുക്ക് ഫസ്റ്റ് ലെസണിൽ നോക്കാം. ഓക്കെ, നമ്മളിപ്പം ജസ്റ്റ് ഡെമോ സ്റ്റാർട്ട് ചെയ്യുവാണ്. 2 ക്ലയൻറ്റ്സ് നമ്മളെ മുമ്പിലുണ്ട്. ഒന്ന് ആതിര, ദിനു. ഇവർ യങ്ങാണ്, അതുപോലെ തന്നെ വേറെ ഫിസിക്കലി വേറെ പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് അതിൻ്റേതായ രീതിയിൽ നമ്മൾ വാമ്പ് കൊടുക്കുകയാണ്. ഫസ്റ്റ് വാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് ബ്രീത്തിങ് ആണ്. ജസ്റ്റ് ഒരു 5 നമ്പർ ബ്രീത്തിങ് നമുക്ക് സ്ലോലി ചെയ്യാം. ജസ്റ്റ് നോസ് വഴി ഫുൾ ഇൻ ചെയ്യുക, മൗത്ത് ഫുൾ ഔട്ട് ചെയ്യുക. റിപ്പീറ്റ് 5 നമ്പർ 2 4 ഓക്കെ. ജസ്റ്റ് നമ്മൾ ടോപ്പ് ടു ബോട്ടത്തിലോട്ട് എല്ലാ ജോയിൻറ്റ്സും ഒന്ന് റൊട്ടേറ്റ് ചെയ്യുവാണ്. നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ആക്റ്റീവ് ആവാനും ബോഡി ഒന്ന് പ്രിപ്പയർ ആവാനും വേണ്ടിയിട്ട്. ഫസ്റ്റ് നമുക്ക് നെക്ക് ഫുൾ റൊട്ടേഷൻ. 1 2 ഗുഡ് 3 4 5 ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1 2 3 4 5 ഓക്കെ. ജസ്റ്റ് റോൾ ജോയിൻറ്റ് റൊട്ടേഷൻസ് 1 2 3 4 5 opposite 1 2 3 4 5 shoulder rotations 1 2 3 4 5 opposite direction 1 2 3.5 ഓക്കെ. കൈ ജസ്റ്റ് സ്ട്രെയിറ്റ് കീപ്പ് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. ഇതെല്ലാം ജസ്റ്റ് ഷോൾഡറിൻ്റെ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാനും ഷോൾഡർ ഒന്ന് വർക്കൗട്ട് ആക്റ്റീവ് ആകാനും ഹെൽപ്പ് ചെയ്യും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ 1 2 3 4 5 ഹിപ്പ് റൊട്ടേഷൻസ്. ഓക്കെ 1 ഓക്കെ. ഈ 2 ഹിപ്പ് റൊട്ടേഷൻസും കറക്റ്റ് ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലർ ജസ്റ്റ് നീ വെച്ച് ചെയ്യാൻ നോക്കും, അത് തെറ്റാണ്. ഇപ്പോൾ ഇത് കറക്റ്റ് ഫോമാണ്. കറക്റ്റ് ഹിപ്പ് മാത്രം റൊട്ടേറ്റ് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ 1 2 3 4 5 ജസ്റ്റ് കാലിൻ്റെ 1 2 3 4 5 ഓപ്പോസിറ്റ് ഡയറക്ഷൻ 1 2 3 4 5 നെക്സ്റ്റ് കാല്. ഓക്കെ. അടുത്ത ബോഡി ഒന്ന് ഹെവി ആയിട്ട് വാം ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ജമ്പിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ജമ്പിങ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നോക്കണം. ജസ്റ്റ് നീ പെയിൻ ഉള്ളവരാണെങ്കിൽ ഈ ജമ്പിങ് പാടെ അവോയ്ഡ് ചെയ്യണം. മെയിൻലി ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ജമ്പിങ് കൊടുക്കല്. ജമ്പിങ് ജാക്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ജമ്പിങ് ആണ്. 1 2 ഓക്കെ സ്റ്റാർട്ട്. 2 3 4 5 6 7 8 9 10 ഓക്കെ. റിലാക്സ്. ഹൈ നീസ് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 ഓക്കെ. റിലാക്സ്. ഇനി നമുക്ക് ഒരുപാട് സെറ്റ് ഇതിൽ നമുക്ക് റിപ്പീറ്റേഷൻ കൊടുക്കാം. കാരണം ഇത് രണ്ടും നമുക്ക് ഒരു കമ്പൈൻ ചെയ്ത് കൊടുത്ത ശേഷം ഇതൊരു 4-5 സെറ്റ് അവലംബിക്കാം. ഇപ്പോൾ നമ്മൾ ഷോർട്ട് ടൈം ആയതുകൊണ്ട് നമ്മൾ ഒറ്റ സെറ്റിൽ നിർത്തുവാണ്. ജമ്പിങ് നമുക്ക് ഒരു 3-4 സെറ്റ് കവർ ചെയ്ത് പോകാൻ പറ്റും. അടുത്ത നമുക്ക് സ്ട്രെച്ചിങ് മെയിൻ സംഭവമാണ്. അതായത് നമുക്ക് വാപ്പിൽ എല്ലാവരും ആഡ് ചെയ്യാൻ മടിക്കുന്നതും എന്നാൽ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ള സംഭവമാണ് സ്ട്രെച്ചിങ്. അതായത് നമ്മളെല്ലാ ജോയിൻറ്റിനും സ്ട്രെച്ചിങ് കറക്റ്റ് കൊടുക്കണം. കാരണം നമ്മൾ നോർമൽ പൊസിഷനിൽ നമ്മളെല്ലാം സ്റ്റിഫായിരിക്കും. അപ്പോൾ സ്ട്രെച്ചിങ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യണ വഴി അവിടെ ഒന്ന് ഇലാസ്റ്റിസിറ്റി കൂടാനും അത് കാരണം നമ്മൾ വർക്കൗട്ടിൻ്റെ മൊബിലിറ്റി വർദ്ധിക്കാനും വർക്കൗട്ട് ഈസി ആയിട്ട് ചെയ്യാനും ഇഞ്ചുറി ഫ്രീ ആയിട്ട് ചെയ്യാനും പറ്റും. ഇത് മെയിനാണ് ഇഞ്ചുറി. ഇത് കറക്റ്റാണ്. ഇഞ്ചുറി എന്നുള്ള സംഭവം നമ്മൾ മാനേജ് ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ലോങ് ടൈമിൽ എന്തെങ്കിലും പ്രശ്നം വരും. അപ്പോൾ ജിമ്മ് എന്നുള്ള സംഭവം കൊണ്ട് ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ, എന്നാൽ അത് ഡിസഡ്വാൻറ്റേജ് ആവണ സംഭവം ഇഞ്ചുറിയാണ്. അപ്പോൾ ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് സ്ട്രെച്ചിങ് മസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. ജസ്റ്റ് ആംഗിൾ സ്ട്രെച്ച് ഫുൾ സ്ട്രെച്ച് ചെയ്യുക. അടുത്ത കഴിഞ്ഞ് ജസ്റ്റ് പുള്ളി ചെയ്ത് ഫുൾ സ്ട്രെച്ച് ചെയ്യുക. 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 അടുത്ത കാര്യം 1 2 3 ജസ്റ്റ് നെക്കിന് വേണ്ടിയിട്ട് ചിന്ന് ടച്ച് ചെയ്യുക. 1 2 3 ഓപ്പോസിറ്റ് ഡയറക്ഷൻ 2 3 ഓക്കെ. ഷോർട്ട് സ്ട്രെച്ച് കറക്റ്റായിട്ട് കൈ നോക്കുക. One, 2, 3 ഓക്കെ. ജസ്റ്റ് കാല് ഷോൾഡർ ലെവലിൽ സ്ട്രെയിറ്റ് ചെയ്ത ശേഷം ഈ കൈ അപ്പ് ചെയ്ത് ചെവിയോട് ചേർത്ത് ഫുൾ സ്ട്രെച്ച് ഡൗൺ ചെയ്യുക. സൈഡ് ലാറ്ററൽ ഫുൾ സ്ട്രെച്ച് ചെയ്യുക. 1 2 3 കീപ് റിപ്പീറ്റ്. 1 2 3 ഓക്കെ. റിലാക്സ്. ഈ പറഞ്ഞ സ്ട്രെച്ചുകളെല്ലാം നമുക്ക് 10 നമ്പർ ചെയ്ത് ചെയ്തു പോകാം. കാല് ഫുൾ ചേർത്ത് വയ്ക്കുക. ഫുൾ സ്ട്രെച്ച് ചെയ്ത് അപ്പ് ചെയ്ത് ബെൻഡ് ചെയ്ത് വന്ന് കാലിൻ്റെ നീ ഫ്രണ്ടിലോട്ട് ഫോർവേഡ് ആവാതെ സ്ട്രെച്ച് ചെയ്ത് ലോവറിൽ തൊടുക.
പറ്റണത്ര കംഫർട്ടായിട്ട് ചെയ്യുക. ഫോർവേഡ് ചെയ്യില്ല, നമ്മൾ നീ ഫോർവേഡ് ആവാതെ ചെയ്യുക. ഓക്കെ, ഈ ഒരു സ്ട്രെച്ച് നമുക്ക് 10 to 15 നമ്പർ ആഡ് ചെയ്യാം.